ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള ബ്രഹ്മയുഗത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. സോ ഇയാളുടെ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ടയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നു. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ക്രോപ്പ് ചെയ്ത പോലത്തെ ആസ്പെക്ട് റേഷ്യോ ആണ്. സോ ആ ഒരു സംഭവമൊന്നും ഈ ഒരു സിനിമയെ ബാധിക്കുന്നില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റിലാവുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ലാഗ് അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നതൊക്കെ. പക്ഷേ ഒരു തരത്തിലും ലാഗ് അടിക്കാതെ 2.25 മണിക്കൂർ എന്താ പറയുക, ഗംഭീരമായി തന്നെ നമ്മളെ പിടിച്ചിരുത്താൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് തന്നെ ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു കാഴ്ച കണ്ട് ഭ്രമിക്കുന്ന മനുഷ്യന്മാരിലൂടെയാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു പേരിന് നീതി പുലർത്തുന്ന തരത്തിലുള്ള വിഷ്വൽസും അതുപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഈ ഒരു സിനിമയുടെ പേരിനോട് നീതി പുലർത്തുന്ന രീതിക്കുള്ള സംഭവ വികാസങ്ങളാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു 90% ഈ ഒരു സിനിമയ്ക്കകത്ത് നിൽക്കുന്നത് സിദ്ധാർത്ഥ ഭരതന്റെയും അതുപോലെ തന്നെ അർജുൻ അശോകന്റെയും അതുപോലെ തന്നെ മമ്മൂക്കയുടെയും ക്യാരക്ടേഴ്സ് ആണ്. ഈ ഒരു 3 ക്യാരക്ടേഴ്സും പീക്ക് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു 3 പേരുടെയും ക്യാരക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നും കൂടി സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫ്രഷ് ഫീല് തരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അർജുൻ അശോകന്റെയും മമ്മൂക്കയുടെയും ആ ഒരു ക്യാരക്ടേഴ്സ് ആണ്. ആ ക്യാരക്ടേഴ്സിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആർട്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. കാരണം ആ ഒരു മനയും അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് സെറ്റിടാൻ തന്നെ അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയധികം ഗംഭീരമായിട്ട് എവിടെയും ഒരു തരത്തിലും നെഗറ്റീവ് പറയാനില്ലാതെ അത്രയധികം ഗംഭീരമായിട്ട് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു ആർട്ട് വർക്കുകൾ, അതായത് 17ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒറ്റ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒറ്റ ലൊക്കേഷൻ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളൂ. പിന്നെ വളരെ കുറച്ച് കാടിന്റെ സീക്വൻസുകളും അതുപോലെ തന്നെ അതിരപ്പള്ളിയുടെ ഒരു 3-4 ഷോട്ടുകളും മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെ ലാഗ് ഇല്ലാതെ നമ്മളെ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട്. സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്രയധികം സ്പോയിലർ ആവും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് പൊളിറ്റിക്കൽ സംഭവങ്ങളുണ്ട്. അതായത് അധികാരവർഗത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ അത് ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് ഒറ്റ കാഴ്ചയിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പടിയും കൂടി മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എനിക്കത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിലൊരു ഫാന്റസി ക്യാരക്ടറിന്റെ ഒരു ഉദ്ദേശം തന്നെ ആ ഒരു അധികാരവർഗത്തിന്റെ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് വലിയ സ്പോയിലർ ഒന്നുമല്ല, ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷെ എന്താ പറയുക, ഇടയ്ക്ക് വരുന്ന കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊരു സ്ഥിരം സർവൈവൽ ത്രില്ലർ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, ഇതിലൊരു വൗ ഫാക്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെയും ഈ പറയുന്ന 3 ആൾക്കാരുടെയും എന്താ പറയുക ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇന്നത്തെ ജനറേഷൻ ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടമൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിൽ ഓരോ സീനിനും കൊടുത്തിട്ടുള്ള സ്കോറുകൾ ഉണ്ടല്ലോ, ഇതിലെന്താ പറയുക, എലിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും മമ്മൂക്കനെ കാണിക്കുന്ന സീനിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഹൊറർ ഫീലൊക്കെ തരാൻ സഹായിക്കുന്ന തരത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ്ങും ഗംഭീരമായിട്ടാണ് തോന്നുന്നത്. അതായത് കാടിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സൗണ്ട് മിക്സിങ് ഗംഭീരമായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകളായിട്ട് വരുന്നതിൽ പാണൻ പാട്ടായിട്ടാണ് ഒരുപാട് 2-3 പാട്ടുകളൊക്കെ വരുന്നതൊക്കെ. അർജുൻ അശോകന്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ പാട്ടുകൾ ഞാൻ യൂട്യൂബിൽ കേൾക്കുന്ന സമയത്ത് എനിക്ക് വലിയ സംഭവം ഒന്നായിട്ട് തോന്നിയില്ല. പക്ഷേ സിനിമയ്ക്കകത്ത് കേൾക്കുന്ന സമയത്ത് അതിന് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ഫീലിങ്സും ആ ഒരു ഓരോരോ പാട്ടിനും ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം അതിനുള്ള വകുപ്പ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു ഗംഭീരമായിട്ടുള്ള എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ മമ്മൂക്ക ഫാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൈയടിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്.
അല്ലാത്ത ന്യൂട്രൽ ഫാൻസിനാണെങ്കിലും കൈയടിക്കണമെങ്കിലും കൈയടിക്കാവുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. കാരണം അത്രയധികം ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഇതൊരു മലയാളത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് എന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിൽ എടുത്തു വെക്കാവുന്ന ഒരു സംഭവം. അത്രയും അടിപൊളി സാധനം. ഭൂതകാലമൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ മിസ്സായി എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട, കാരണം അത്രയധികം ഗംഭീരമായിട്ട് അവരത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷ്വൽ ട്രീറ്റ് എന്ന് പറയാനുള്ള കാരണം. ഓരോ ഡീറ്റെയിലിങ്ങും ഓരോ മൈന്യൂട്ട് പോയിന്റും ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.